ഒരു MRI സ്കാനർ ആളെ കൊല്ലുമോ? വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സാധാരണ ആളുകൾക്കുണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണ മാറ്റാം. MRI മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പലപ്പോഴും തെറ്റായി കാണിക്കാറുള്ളതാണ് ഈ ഒരു വിഷ്വൽ. എന്നാൽ ഇത് CT സ്കാനറാണ്. CT സ്കാനറിന്റെ ഔട്ടർ കേസ് ഊരിക്കഴിഞ്ഞാൽ കാണുന്ന റൊട്ടേറ്റിംഗ് മെക്കാനിസമാണിത്. എന്നാൽ ഒരു MRI സ്കാനറിനുള്ളിൽ ഇതുപോലെ ഒരു റൊട്ടേറ്റിംഗ് മെക്കാനിസം ഉണ്ടാവില്ല. പകരം പവർഫുൾ മാഗ്നറ്റുകളും റേഡിയോ ഫ്രീക്വൻസി കോയിലുകളുമാവും ഉണ്ടാവുക. ഇനി വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ MRI സ്കാനിംഗ് മെഷീനിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വലിച്ചെടുത്ത് ഒരു 61കാരൻ മരണപ്പെട്ടത് വാർത്തയായിരുന്നു. ഒരു ക്ലിനിക്കിൽ തന്റെ ഭാര്യയുടെ കാൽമുട്ടിന്റെ MRI സ്കാനിംഗ് നടക്കുന്നതിനിടെ ഇയാൾ തന്റെ 9 കിലോഗ്രാമോളം ഭാരമുള്ള മെറ്റൽ ചെയിൻ ധരിച്ചുകൊണ്ട് സ്കാനിംഗ് മുറിയിൽ പ്രവേശിക്കുന്നു. മെഷീന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും സ്കാനറിന്റെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന നെക്ലേസിനെ മെഷീനിലേക്ക് അതിശക്തമായി വലിച്ചെടുത്തു. നെക്ലേസിനോടൊപ്പം മെഷീനിൽ ചെന്നിടിച്ച അയാൾക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റുകയും മരണപ്പെടുകയും ചെയ്തു. ഒരു MRI സ്കാനറിന് ഒരു മിസൈലിനേക്കാൾ വേഗത്തിൽ ശക്തിയിലും ലോഹവസ്തുക്കളെ അതിലേക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഭൂമിയുടേതിനേക്കാൾ 30,000 മടങ്ങ് ശക്തമായ മാഗ്നറ്റിക് ഫീൽഡാണ് MRI മെഷീനിൽ ഉണ്ടാവുക. MRIക്ക് മുമ്പ് എന്തുകൊണ്ട് ആഭരണങ്ങളും വാച്ചുകളും പോലുള്ള ലോഹവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറയുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.